നമ്മളിപ്പോൾ മുകളിലോട്ടാണ് കയറുന്നത്. അപ്പോൾ എലിവേറ്റർ വെച്ച് നമുക്ക് ഏറ്റവും മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ ടെറസ് നിങ്ങൾ കണ്ടിട്ടില്ല, മുകൾ ഭാഗം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. മുകൾ ഭാഗത്ത് ആകാശവും, നമ്മൾ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മുകളിൽ ആകാശം ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ടെറസ്, നമുക്ക് നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് കുബ്ബകളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നല്ല താഴെയാണെന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന ഒരു ഏരിയകൾ സെപ്പറേറ്റ്, ഞങ്ങൾ ബാരിക്കേഡുകൾ വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഈ നടക്കുന്ന വഴികളിലൊന്നും ഇന്ന് നോമ്പ് തുറക്കാനൊന്നും പറ്റൂല, മനസ്സിലായില്ലേ? അതായത് ഇവിടുത്തെ ഹറമിൽ അവർ നോമ്പ് തുറക്കുന്ന സെപ്പറേറ്റ് അവരൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കിറ്റുകളൊക്കെ തരുമല്ലോ. ഈ കിറ്റുകൾക്ക് തരുന്ന ആളുകൾ കിറ്റ് കൊടുക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബാരിക്കേഡുകൾ വെച്ചിട്ട് ഇരിക്കുന്ന, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ കിറ്റ് വിതരണം ചെയ്യുള്ളൂ, അല്ലെ പുറത്തുള്ള ആളുകൾക്കൊന്നും കൊടുക്കൂല. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും കിറ്റുകളൊക്കെ കൊണ്ടുവച്ച് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കണം. മാഷാ അല്ലാഹ് കുബ്ബകളൊക്കെ കാണുന്നുണ്ട്, എന്ത് മനോഹരമല്ലേ? ടെറസിന്റെ നമ്മൾ താഴത്തുനിന്ന് ഇത് കാണൂല, ഇന്ന് മുകളിൽ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു കുബ്ബകളൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? അപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിൽ പോയൊക്കെ അവിടെയും ഇതേപോലെ ബാരിക്കേഡുകളൊക്കെ വെച്ച് അവിടെയൊക്കെ നോമ്പ് തുറക്കാൻ സെറ്റായിട്ട് ആളുകളൊക്കെ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ളായിരിക്കും ഈ ഏരിയകളൊക്കെ, നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന ഏരിയകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും. ആളുകൾ ഇങ്ങനെ സ്ഥലം പിടിക്കുന്ന, ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ പോലും അത് അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഇരിക്കാനുള്ള സ്ഥലം കിട്ടണം. കാരണം നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി. കിറ്റുകൾ എല്ലാവർക്കും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഒരു ഏരിയയിൽ എല്ലാ സ്ഥലത്തും തിരക്കായി കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് വിടുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കിറ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഈ പച്ച ബാഗുകൾ കണ്ടോ, ഈ പച്ച ബാഗുകൾ അതുപോലെ കറുപ്പ് ബാഗുകളൊക്കെയാണ് ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള കിറ്റുകളാണ് കേട്ടത്. അത് ഭക്ഷണത്തിൻ്റെ കിറ്റുകളാണ്. അപ്പം നമുക്ക് അവർ ആ സമയമാകുമ്പോൾ അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ, ഈ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവർ അതെന്ത് ചെയ്യും, എല്ലാ ആളുകളുടെ ഇടയ്ക്കും ഈ കിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അതാണ് സംഭവം. എന്തായാലും നമുക്ക് അവിടെ സ്ഥലം കിട്ടിയിട്ടില്ല. നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഒപ്പിക്കണം. എന്തായാലും പ്രതീക്ഷകൾ ഇല്ല. പക്ഷെ നമുക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ അവസാന നിമിഷത്തിൽ കിട്ടും എന്നുള്ളൊരു കാര്യം അറിയാലോ. നോമ്പെടുത്തൊരു അവസാനം നമ്മൾ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടാവുക ഈ ഒരു അവസാന നിമിഷത്തിൽ. പ്രത്യേകിച്ച് ഹറമിലേക്കൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഇങ്ങനെ എത്തിപ്പെടാനും. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടാതൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഹറമിലായതുകൊണ്ട് തന്നെ ഒരു വിഷമം ഉണ്ടാവില്ല. എന്തെങ്കിലുമായിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ വെറും കൈയോടുകൂടി വന്നെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും നോമ്പ് തുറക്കാനൊക്കെ അവിടുന്ന് കിട്ടും. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതേപോലെ